ഹായ് മക്കളെ. അപ്പോൾ എക്സലന്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഓണപ്പരീക്ഷയൊക്കെ വന്നു. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് നമ്മളെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫിസിക്സിൽ വരാവുന്ന കുറച്ച് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. ഫിസിക്സിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതുപോലെ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എ പ്ലസ് അല്ലെങ്കിൽ ഒരു നല്ലൊരു മാർക്ക് വാങ്ങിക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ. സോ ഇത് പാർട്ടായിട്ടാണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇത്. ഇതിന്റെ നെക്സ്റ്റ് പാർട്ടുകളെല്ലാം വരും. സോ ഈ വീഡിയോസ് മാത്രം ഒന്ന് കണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ അതിന് ഒരു എളുപ്പ വഴിയാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഓക്കെ. സോ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ഇൻ ഇൻഡക്ഷൻ കുക്കർ? അതായത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു, ഹീറ്റിംഗ് എഫക്റ്റ് അല്ലെ. സോ അതിൽ ഇൻഡക്ഷൻ കുക്കറുടെ എനർജി ചേഞ്ച് എന്താണ്? സാധാരണഗതിയിൽ എനർജി ചേഞ്ച് ഒരു മാർക്കിന് ചോദിച്ചു കാണാറുണ്ട്. സോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്ത് എനർജി എന്തായിട്ട് മാറുന്നു എന്നുള്ളതാ. സോ എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ഇലക്ട്രിക്കൽ എനർജി ടു ഹീറ്റ് എനർജി. നമ്മൾ ഇൻഡക്ഷൻ കുക്കർ കുത്തുന്നത് എന്തിലാ? ഇലക്ട്രിസിറ്റിയിലാണ്. നമുക്ക് കിട്ടുന്നത് എന്താ? ഹീറ്റ് ആണ്. സോ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഹീറ്റ് എനർജി. ഓക്കെ. അത് കൂടാതെ വരാൻ ചാൻസ് ഉള്ള ഒരു 3 സാധനം കൂടെ ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ബോക്സിനകത്ത് കൊടുത്തേക്കുന്ന സാധനമാണ് എന്ത്? ഇലക്ട്രിക് ബൾബ്. ഓക്കെ. അത് എന്ത് എനർജി എന്തായിട്ട് മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജി. ഓക്കെ. ചില ഇൻകാൻഡസെന്റ് ലാമ്പ് ഒക്കെ ആണെച്ചെങ്കിൽ അതിന് എന്തും കൂടെ വരുന്നുണ്ട്? ഹീറ്റ് എനർജിയും കൂടെ വരുന്നുണ്ട്. ഓക്കെ. അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് സ്റ്റോറേജ് ബാറ്ററി. ഓക്കെ. ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്താണ്, അല്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തല്ല. ചാർജ് ചെയ്യുമ്പോൾ എവിടെ കുത്തിയിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുക? ഇലക്ട്രിസിറ്റി അല്ലെ. ഇലക്ട്രിക്കൽ എനർജി ടു അത് എന്ത് എനർജി ആയിട്ട് മാറുന്നു? കെമിക്കൽ എനർജി ആയിട്ട് മാറും. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മിക്സിയാണ്. മിക്സി നമുക്കറിയാം എന്താണ്? ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി. റൊട്ടേഷൻ എനർജി എന്നൊന്നും എഴുതരുത്. മെക്കാനിക്കൽ എനർജിയാണ് അതിന്റെ കറക്റ്റ് വാക്ക്. ഓക്കെ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ. കോയിൽ എക്സ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഹീറ്റിംഗ് കോയിൽസ്. ഓക്കെ. എന്താണ് കോയിൽ എക്സ്? ചിത്രം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ചിത്രം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേ ചിത്രമാണ്. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ കോയിൽ എക്സ്. കോയിൽ എക്സ് ഏതാണെന്ന് അറിയാം. ഓക്കെ. ഏതാ? നമ്മുടെ നിക്രോം ആണല്ലേ. ഓക്കെ. കോയിൽ എക്സ് എന്ന് പറയുന്നത് നിക്രോം ആണ്. വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് കോയിൽ എക്സ്? കോയിൽ എക്സിന്റെ പ്രോപ്പർട്ടി എന്തൊക്കെയാണ്? നമുക്കറിയാം എന്താ? 3 പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അത് എന്ത് ചെയ്യാൻ പാടില്ല? ചൂടാകുമ്പോഴേക്കും ഉരുകി പോകാൻ പാടോ? ഹീറ്റിംഗ് കോയിൽ ആയി കഴിഞ്ഞാൽ ചൂടാകുമ്പോഴേക്കും ഉരുകി പോയി കഴിഞ്ഞാൽ യൂസ് ഇല്ല. ഓക്കെ. ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ റെസിസ്റ്റിവിറ്റി ആൻഡ് എബിലിറ്റി ടു റിമെയിൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഓക്കെ. സോ ആ 3 പോയിന്റ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്വസ്റ്റിനുള്ള ആൻസർ ആയി. ഓക്കെ. അതിന്റെ പ്രോപ്പർട്ടീസ് ആയി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഇതൊരു പ്രോബ്ലം ആണ്. ഓക്കെ. ത്രീ തേർഡ് ക്വസ്റ്റ്യൻ 600 കൂളം ഓഫ് ചാർജസ് പാസിംഗ് ത്രൂ എ കോയിൽ ഇൻ 1 മിനിറ്റ്. ഓക്കെ. അതാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കുന്നത്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കറണ്ട്? കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? കറണ്ടിന്റെ യൂണിറ്റ് നമുക്കറിയാലോ. എന്ത്? ആംപിയർ ആണ് കറണ്ടിന്റെ യൂണിറ്റ്. ഓക്കെ ആണല്ലോ. സോ അതൊരു ഹാഫ് മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ കറണ്ട് പാസിംഗ് ത്രൂ ദ കോയിൽ. ഈ കോയിലൂടെ കടന്നു പോകുന്ന കറണ്ട് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. സോ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ചാർജ് തന്നിട്ട് ടൈം തന്നത് നമുക്കൊരു ഇക്വേഷൻ ആണ്. I is equal to Q by T അല്ലേ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. സോ 600 ഡിവൈഡഡ് ബൈ 1 എന്നൊന്നും എഴുതരുത്. ആൻസർ തെറ്റിപ്പോകും. സോ അതുകൊണ്ട് അത് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തോളൂ. 600 ഡിവൈഡഡ് ബൈ 60 is equal to നമുക്ക് കിട്ടും 10 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ ഈസ് 3 ഓം. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഇനി ആ കോയിലിന്റെ റെസിസ്റ്റൻസ് R നമുക്ക് തന്നിട്ടുണ്ട്, 3 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ V കണ്ടുപിടിക്കുക. V is equal to I into R. ഓംസ് ലോയിൽ നമ്മൾ പഠിക്കുന്നതാണ്. V is equal to I into R ആണ്. ഓക്കെ. ട്രയാങ്കിൾ ഒക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലെ. ഒന്ന് റീകളക്ട് ചെയ്തെടുത്തോളാം. I എന്ന് പറയുന്നത് ഇവിടെ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 10 ആംപിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. R എന്ന് പറയുന്നത് 3 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 30 എന്ന് കിട്ടും. ഓക്കെ. സോ അതാണ് 30 വോൾട്ട്. എപ്പോഴും യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുത്. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 ഹീറ്റേഴ്സ് എ ആൻഡ് ബി വർക്കിംഗ് ഫോർ 5 മിനിറ്റ്സ്. ഓക്കെ. എ എന്ന് പറയുന്ന ഹീറ്റർ ഉണ്ട്, ബി എന്ന് പറയുന്ന 2 ഹീറ്റേഴ്സ് ഉണ്ട്. രണ്ടും 5 മിനിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഹീറ്റർ എ ഓഫ് റെസിസ്റ്റൻസ് 2300 ഓം വർക്കിംഗ് ഇൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 230 വോൾട്ടേജ്. ഓക്കെ. ഹീറ്റർ എ വർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് എത്രയാണ്? 2300 ഓം റെസിസ്റ്റൻസും അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 230 വോൾട്ടേജും ആണ്. ആൻഡ് ദ ഹീറ്റർ ബി ഓഫ് റെസിസ്റ്റൻസ് 1500 ohm is working in a potential difference of 150 voltage. Which heater is better one and why? ഓക്കെ. ഇതാണ് ചോദ്യം. ഏത് ഹീറ്റർ ആണ് നല്ലത്, എന്തുകൊണ്ട്? അപ്പൊ നമ്മൾ എന്താ ഹീറ്ററിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ ഹീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? ഹീറ്റ് കൂടുതൽ കിട്ടണം. അപ്പൊ ആർക്കാണോ കൂടുതൽ ഹീറ്റ് തരുന്നത് അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്
ബെറ്റർ വൺ അല്ലെ? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ ഹീറ്റ് തരുന്നുണ്ട്. സോ ഇവിടെ കണ്ടുപിടിക്കാൻ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ? ഹീറ്റ്. ഡയറക്ട്ലി എന്ന് പറഞ്ഞിട്ടില്ല, ഹീറ്റ് കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഹീറ്റ് ആണ്. ഓക്കെ. സോ ഹീറ്റർ എ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. ടൈം 5 മിനിറ്റ്സ് ആണ്. അതിന് എന്താക്കണം? സെക്കൻഡിലോട്ട് ആക്കണം. ഓക്കെ. സോ എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു വി എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുക. വി സ്ക്വയർ എന്ന് പറയുമ്പോൾ വി എന്ന് പറയുന്നത് 230 ആണ്. 230 ഇൻറ്റു 230 ഡിവൈഡഡ് ബൈ 2300 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ശേഷം 5 ഇൻറ്റു 60 അതായത് ആ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തത്. ഓക്കെ. നമുക്ക് ആൻസർ എത്ര കിട്ടും? 6900 എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് 230 2300 നമുക്ക് സിമ്പിൾ ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് എളുപ്പമാണ്. ഓക്കെ. ഇനി ഹീറ്റർ ബി നോക്കുകയാണെങ്കിൽ സെയിം ഇക്വേഷൻ തന്നെയാണ്. അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? 150 ആണ്. സോ 150 into 150 divided by 1500 into 5 into 60. Okay. Is equal to 4500. So which heater is better? 6900 അതായത് 6900 കിട്ടിയതാണ്. സോ ഹീറ്റർ എ ഈസ് മോർ എഫിഷ്യന്റ്. അതുകൊണ്ടാണ് ഹീറ്റർ എ കൂടുതൽ ചൂട് തരുന്നുണ്ട്. നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ഹീറ്റ് കിട്ടുന്നു. ഓക്കെ ആണല്ലോ. സോ അതും മനസ്സിലായി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്ന സമയത്ത് സെലക്ട് ദ റോങ് ഇക്വേഷൻ ഫ്രം ബ്രാക്കറ്റ് ഹീറ്റ് ഫ്രം ദ ബ്രാക്കറ്റ്. അതായത് ആ ബ്രാക്കറ്റിൽ നിന്ന് ഹീറ്റിന്റെ ഇക്വേഷൻ എടുക്കാനാണ് ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ. ഹീറ്റിന്റെ കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായത് ഏത്? എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി, എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ, എച്ച് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി. ഇത് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അയ്യോ ഇതിൽ ഏതാണ്? ഇതെല്ലാം എച്ചിന്റെ ഇക്വേഷൻ ആണല്ലോ. ഇതിൽ ഏതാണ് തെറ്റെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ജൂൾസ് ലോ പഠിക്കുന്ന സമയത്ത് അതിന്റെ ഇക്വേഷൻസ് ആ 4 ഇക്വേഷൻസും അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അവിടെ ടി എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷനിൽ എന്തില്ല? വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ടില്ല. വി സ്ക്വയർ ബൈ ആർ എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. സോ തേർഡ് ഓപ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് അവിടെ തെറ്റായിട്ടുള്ളത്. സോ അതാണ് നമ്മുടെ ശരി ആൻസർ. ഓക്കെ ആണല്ലോ. സോ അത് നോക്കിക്കോളാം. Okay, so next question എന്ന് പറയുന്നത് if the heat produced in a conductor is H, if the current in a conductor is doubled, what changes produced in the heat? Okay, ഈ ഒരു കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് എന്താക്കി? ഡബിൾ ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹീറ്റിൽ എന്തൊക്കെ മാറ്റം വരുന്നു? അവിടെ ബാക്കി ഒന്നും പറഞ്ഞില്ല. റെസിസ്റ്റൻസിലോ ടൈമിലോ വോൾട്ടേജിലോ ഒന്നും എന്ത് വരുത്തിയിട്ടില്ല? മാറ്റം വരുത്തിയിട്ടില്ല. കറണ്ടിൽ മാത്രം അതെന്താക്കി? ഡബിൾ ആക്കി. സോ നമുക്കറിയാം എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ഐ സ്ക്വയർ ആർ ടി ആണ്. സോ ഐ എന്നുള്ളത് എന്തായിട്ട് മാറി? 2i ആയിട്ട് മാറി. ആർ എന്നുള്ളത് ആർ തന്നെയാണ്. ടി എന്നുള്ളത് ടി തന്നെയാണ്. സോ പുതിയ ഹീറ്റ് എന്ന് പറയുന്നത് ഞാൻ എന്തായിട്ട് എടുത്തു? എച്ച് ഡാഷ് ആയിട്ട് എടുത്തു. ഓക്കെ. സോ എച്ച് ബൈ എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ഡിവൈഡഡ് ബൈ ആ ഐക്ക് പകരം എന്ത് കൊടുക്കണം? 2i ദ ഹോൾ സ്ക്വയർ. ഹോൾ ഇടാൻ മറന്നു പോകരുത്, തെറ്റിപ്പോകും. ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി. ഓക്കെ. സോ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബാക്കിയെല്ലാം ആറും ടിയും എന്ത് ചെയ്ത് പോകും? മുകളിലും താഴെയും ക്യാൻസൽ ചെയ്ത് പോകും. സോ ഐ സ്ക്വയർ ബൈ 2i ദ ഹോൾ സ്ക്വയർ ഉണ്ട്. ഓക്കെ. സോ 2 സ്ക്വയർ എന്ന് പറയുന്നത് 4ഉം ഐ സ്ക്വയർ എന്ന് പറയുന്നത് ഐ സ്ക്വയറും. ഓക്കെ. ആ ഐ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എച്ച് ബൈ എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു 1/4 എന്ന് കിട്ടും. സോ എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു 4h എന്ന് കിട്ടും. സോ അതെന്തായിട്ട് മാറി? കറണ്ട് ഡബിൾ ആക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഹീറ്റ് എന്തായിട്ട് മാറും? 4 ടൈംസ് ആയിട്ട് മാറും. ഓക്കെ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. സോ അതുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ. സോ നെക്സ്റ്റും ഒരു പ്രോബ്ലം ആണ്. ഹീറ്റിംഗ് കോയിൽ ഓഫ് റെസിസ്റ്റൻസ് 690 ohms വർക്ക് ഇൻ എ വോൾട്ടേജ് ഓഫ് 230 വോൾട്ട് ഫോർ 3 മിനിറ്റ്സ്. വാട്ട് ഈസ് എ ഹീറ്റ് ഡെവലപ്പർ? ഹീറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഇതെന്താണ്? സോ ആർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 690 ആണ് തന്നിട്ടുണ്ട്. വി നമുക്ക് തന്നിട്ടുണ്ട് 230 വോൾട്ടേജ് ആണ് തന്നിട്ടുണ്ട്. ടൈം 3 മിനിറ്റ്സ് ആണ്. സോ അതിനെ സെക്കൻഡിലോട്ട് മാറ്റിയപ്പോൾ ഇൻറ്റു 180 കിട്ടി. ഓക്കെ. സോ എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്ന് പറയുന്നതാണ്. ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. എന്ത് കിട്ടും? ആ 13,800 എന്ന് പറയുന്ന ഇത്രയും ജൂള് കിട്ടും. ഓക്കെ. ഇതിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. സോ നമുക്കത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ. സോ ഇനിയും ബാക്കി ഒരുപാട് ഇതുണ്ട്. ഇതാണ് പാർട്ട് 1 എന്ന് പറയുന്നത്. സോ പാർട്ട് 2വിനായിട്ട് സ്റ്റേ ട്യൂൺ. ഓക്കെ. താങ്ക് യു.